ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പാദപീഠം നമുക്ക് അനുഗ്രഹമായി തൻ്റെ ദിവ്യാലോചന ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവശബ്ദം കേട്ടതനുസരണമായി ജീവിപ്പാൻ ദൈവം നമ്മെ അവരെയും സഹായിച്ചൊരുക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ശ്രദ്ധയോടെ വ്യക്തതയോടെ കാത്തിരിക്കുമെങ്കിൽ എൻ്റെ അരുളപ്പാട് വ്യക്തതയോടെ ദൈവം നമ്മോട് അറിയിച്ച് തിരുഹിതപ്രകാരം നമ്മെ നടത്തുവാനിടയാകും. കർത്താവിൻ്റെ വചനം നമ്മിൽ വലിയ പ്രവൃത്തി ചെയ്യുവാനിടയാകും. ആകയാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടിരിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നൊരു വാക്ക് നമുക്ക് സുവിശേഷങ്ങളിൽ ഇങ്ങനെ കാണുവാൻ കഴിയും. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രാത്രി അല്ലെങ്കിൽ ഇരുട്ട് എന്നൊരനുഭവത്തെ നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് മുമ്പേ നിങ്ങൾ ഇരുട്ടായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ളതായ നമ്മുടെ ജീവിതാനുഭവത്തെ തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത് മുമ്പേ നാം ഇരുട്ടായിരുന്നു എന്നുള്ളതാണ്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് ഇരുട്ടിലുള്ളവരായി ലജ്ജ കൂടാതെ പാപപ്രവൃത്തികളെ ചെയ്ത് വെളിച്ചത്തിൽ വരുമ്പോൾ ലജ്ജയാകുന്ന പാപപ്രവൃത്തികൾ ലജ്ജ കൂടാതെ ഇരുട്ടിൽ ചെയ്യുന്നവരായി, അഥവാ ഇരുട്ടിൽ വസിക്കുന്ന അനുഭവത്തിൽ ആ പാപപ്രവൃത്തികളിൽ യാതൊരു ലജ്ജയുമില്ലാതെ നാം ചെയ്ത് ജീവിച്ചതായ നമ്മുടെ രക്ഷിക്കപ്പെടുന്നതിനോട് മുമ്പുള്ളതായ ജീവിതാനുഭവമാണ് ഇരുട്ട് എന്നൊരനുഭവത്തിൽ നമുക്ക് ഉണരുവാൻ ഇടയാകുന്നത്. ഇനിയും നാം മറ്റൊരു നിലയിൽ അതിനെ ചിന്തിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ലോകം അത് ഇരുട്ട് അഥവാ അന്ധകാര ലോകമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓർപ്പിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അധിപതി പിശാചാണെന്ന് നമുക്കറിയാം. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നാം എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണോ വായിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതിയായവനെയും നാം സേവിച്ചു വന്നു എന്ന് അനുസരിച്ചു വന്നു എന്ന് പറയുന്നൊരു വാക്യം നമുക്കവിടെ കാണുവാൻ കഴിയും. ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതിയായവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് പിശാചാണ്. ഈ ലോകം അന്ധകാര ലോകമാണ് എന്ന് നമുക്കവിടെ ഉണരുവാനിടയാകും. അങ്ങനെ അന്ധകാര ലോകത്തിൽ, ഇരുട്ട് വ്യാപിച്ചു കിടക്കുന്ന അന്ധകാര ലോകത്തിൽ ഇരുട്ടായി ജീവിച്ച ജീവിതമാണ് നമ്മുടെ ജീവിതം എന്ന് നമുക്ക് ഉണരുവാൻ ഇടയാകുന്നു. നാം യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു എന്ന് തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ നമ്മുടെ മേൽ യഹോവ ഉദിക്കുവാൻ ഇടയായി എന്നുള്ളതാണ്. ആ ദൈവപ്രകാശം നമ്മെ ഉദിച്ചതുകൊണ്ട്, അഥവാ നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മെ പ്രകാശമുള്ളവരാക്കി തീർക്കുവാൻ ഇടയായി. അഥവാ കർത്താവായ യേശുക്രിസ്തുവാകുന്ന ആ ദിവ്യ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നമ്മിൽ പ്രകാശിച്ചത് നിമിത്തമായി നാം ഇരുളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഇടയാകുന്നു. പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ എന്നാണ്. നമ്മുടെ ദൈവം നമ്മെ വിളിച്ചത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ്. അങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ താൻ വെളിച്ചമാണ് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. നാം വെളിച്ചത്തിനുള്ളവരാണ്, പകലാണ്, വെളിച്ചമാണ് എന്ന് നമ്മെ കർത്താവ് ഓർപ്പിക്കുന്നു. മാത്രമല്ല കർത്താവ് നമ്മോട് വ്യക്തമായി പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നും നമ്മോട് കർത്താവ് പറവാൻ ഇടയാകുന്നു. അങ്ങനെ വെളിച്ചമായി വെളിച്ചത്തിൽ വസിക്കുവാൻ നമുക്കിടയാകുന്ന ഒരനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്താൽ പ്രാപിപ്പാൻ ഇടയായത്. നാം ആയിരിക്കുന്ന ആത്മീക അനുഭവങ്ങളിൽ, ആത്മീകമായ നമ്മുടെ
ജീവിതമാണ് നമ്മെ വെളിച്ചത്തിൽ ആക്കി തീർക്കുവാൻ ഇടയാകുന്നത്. മുമ്പേ നാം കണ്ടു, ദൈവത്തെ അറിയാത്തവർ അഥവാ ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരുടെയും അവസ്ഥ, അവർ ഇരുളായി ജീവിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അവരായിരിക്കുന്ന ലോകവും അന്ധകാര ലോകമാണ് എന്ന് നമുക്ക് ഉണരുവാനിടയാകുന്നു. ആ അന്ധകാര ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ വിളിവിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാനിടയായ എന്ന അനുഭവം നാം ഉണരുന്നു. രണ്ട് വാക്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, തിരുവെഴുത്ത് നമ്മോട് പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ഒരനുഭവം നാം പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു. വീണ്ടും മറ്റൊരു വാക്യം നമുക്ക് കാണുവാൻ കഴിയും, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. ഈ രണ്ട് വാക്യങ്ങളെയും നാം ഒന്ന് ചേർത്ത് പഠിക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വെളിച്ചത്തിലേക്ക് വരുവാനിടയായി, അഥവാ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വെളിച്ചത്തിലേക്ക് വരുവാനിടയായി, അഥവാ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വരുവാൻ നമുക്കിടയായി. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ നന്നായി ഉണരണം കേട്ടോ. ഈ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യമാണ് അത്ഭുത പ്രകാശമെന്ന് പറവാനിടയാകുന്നത്. നമ്മെ വിളിച്ചു കൊണ്ടുവന്നാക്കിയ നാം ഇന്നായിരിക്കുന്ന അത്ഭുത പ്രകാശമെന്ന് പറയുന്നത് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യമാണ്, അഥവാ ദൈവസഭയാണ്. ദൈവസഭയിൽ ക്രിസ്തുവിനുള്ളവരായി ക്രിസ്തുവിൽ നിന്ന് ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ച് ആത്മീകരായി ജീവിക്കുന്നവരുടെ ജീവിതമാണ് വെളിച്ചമായി വെളിച്ചത്തിൽ വസിക്കുന്ന അനുഭവമായി നമുക്ക് ഉണരുവാൻ ഇടയാകുന്നത്. ഈ വിധമായി നാം ഈ ദൈവിക അനുഭവങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മീകരായി ജീവിപ്പാൻ ഉത്സാഹിച്ചെങ്കിൽ മാത്രമേ നാം വെളിച്ചമായി കാണപ്പെടുവാൻ നമുക്കിടയാകത്തുള്ളൂ. അഥവാ ഇരുട്ട് നമ്മെ പിടിപ്പാൻ, വീണ്ടും ഇരുട്ട് നമ്മെ പിടിച്ചടക്കുവാൻ ഇടയാകാതെ വണ്ണം വെളിച്ചത്തിൽ വസിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകുകയുള്ളൂ. നാം എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മെ ഓർപ്പിക്കുന്ന മറ്റൊരു വാക്യം നമുക്ക് കാണുവാൻ കഴിയും. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് പറവാനിടയാകുന്നു. എഫേസ്യ ലേഖനം 5:14. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് പറയുമ്പോൾ പ്രകാശിച്ചിരുന്ന ഒരനുഭവം നഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും പ്രകാശിക്കുമെന്ന് പറയുകയാണ്. ഉറങ്ങുന്നവനാണ് അവൻ, ജീവിതത്തിൽ മരിച്ചവരുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നവനാണ്, ഒരിക്കൽ ഉണർത്തപ്പെട്ടവനാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ജീവിപ്പിച്ച അനുഭവം നമുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലുമാണോ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ജീവൻ പ്രാപിച്ച ഒരു ദൈവവൈതൽ വീണ്ടും ആത്മീക മയക്കത്തിലേക്ക് പോകുമ്പോൾ, അഥവാ ആത്മീകമായി പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും അവർ ആ ഇരുട്ടിലേക്ക് പോകുന്നവരായി തീരുകയാണ്. അഥവാ അവരിലുള്ളതായ ദൈവികമായ വെളിച്ചം അവർക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകുകയാണ്. 10 കന്യകമാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവർ മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ടവരാണ്, പക്ഷേ അവർ ഉറങ്ങുന്നവരായി കാണപ്പെടുക. ഉറങ്ങുന്ന സമയത്ത് അവരുടെ വെളിച്ചം കത്തിക്കൊണ്ടിരിക്കുന്നില്ല, വിളക്ക് കെട്ട അനുഭവത്തിലാണ്. മണവാളൻ വരുന്നു എന്ന് കേട്ട് വീണ്ടും എഴുന്നേറ്റാണ് അവർ തങ്ങളുടെ വിളക്ക് കത്തിക്കുവാൻ ഇടയാകുന്നത്. അതിൻ്റെ ആത്മീക അനുഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്, ആകയാൽ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ഉറങ്ങുന്ന ഒരനുഭവത്തിൽ ആയിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും തൻ്റെ വിളക്ക് കത്തുവാൻ ഇടയാകത്തില്ല, ക്രിസ്തു തന്നിൽ പ്രകാശിപ്പാൻ ഇടയാകത്തില്ല. അഥവാ ക്രിസ്തുവിൻ്റെ ദിവ്യപ്രകാശം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അവർ ആയിരിക്കാൻ ഇടയാകത്തില്ല. വീണ്ടും ഇരുട്ട് അവരെ പിടിക്കുവാൻ ഇടയാകുന്ന അന്ധകാരത്തിലേക്ക് മാറ്റപ്പെടുന്ന അനുഭവമാണ് അവരിൽ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നാം സഭയിൽ ഉൾപ്പെട്ടവരായി ജീവിക്കുമായിരിക്കാം, പക്ഷെ ദൈവമക്കളെ നന്നായി നാം ഒന്ന് ഉണരണം, നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കണം. ഇന്ന് നാം വെളിച്ചത്തിലായിരിക്കുന്നുവോ? വെളിച്ചമായി ജീവിപ്പാൻ നമുക്കിടയാകുന്നുണ്ടോ? അതോ നാം ഇരുട്ടായിരിക്കുന്നുവോ?
വീണ്ടും ഇരുട്ട് നമ്മെ പിടിച്ചിട്ട് ഇരുട്ടിന് അധീനപ്പെട്ടവരായി ജീവിക്കുന്നെങ്കിൽ നിത്യനാശമാകുന്ന അനുഭവത്തിലേക്കാണ്, അഥവാ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്കാണ് നാം തള്ളപ്പെടുവാൻ ഇടയാകുക. ആകയാൽ ദൈവമക്കളെ ആ ഒരു അനുഭവത്തെ ഉണർന്ന് നമ്മെ തന്നെ കണ്ടുണർന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നാം എല്ലാവരും വെളിച്ചത്തിൽ വസിക്കുന്നവരാകട്ടെ. ഇരുളിനും രാത്രിക്കുമുള്ളവരല്ല, വെളിച്ചത്തിനും പകലിനുമുള്ളവരായി തീരുവാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം വീണ്ടും ഉണരുമെങ്കിൽ, നാം ഒന്ന് എഴുന്നേൽക്കുമെങ്കിൽ, നാം പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുമെങ്കിൽ, നമ്മുടെ അകൃത്യങ്ങളൊക്കെയും കർത്താവിനോട് സമ്മതിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ കർത്താവ് നമ്മിൽ പ്രകാശിക്കുവാനിടയാകും. നാം വെളിച്ചമായി തന്നെ ജീവിക്കുവാനിടയാകും. ഈ ലോകത്തിൽ നാം ലോകത്തിനും വെളിച്ചമായി ജീവിക്കുവാൻ നമുക്കിടയാകും. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. വീണ്ടും നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, ആർക്കും പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി വരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. യേശു ലോകത്തിന് വെളിച്ചമായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. ആകയാൽ തന്നെ യേശുവിനെ പിൻഗമിക്കുന്നവരെ കുറിച്ച് യേശു പറയുന്ന ഒരു വാക്ക് നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ പിൻഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചമുള്ളവനായിരിക്കും എന്ന് യേശു പറയുന്നുണ്ട്. ഇന്ന് നാം ആയിരിക്കുന്നത് അന്ധകാര ലോകത്തിലാണ്. പക്ഷേ ഈ ഇരുട്ട് എന്ന അന്ധകാര ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നാം വെളിച്ചമാണ്, ഇരുട്ടല്ല, പകലിനുള്ളവരായി രാത്രിക്കുള്ളവരല്ല എന്ന അനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്കിടയാകുന്നതിൻ്റെ കാരണം, ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശുവിൻ്റെ പിന്നാലെ നാം പോകുന്നത് കൊണ്ട് ആ യേശുവാകുന്ന ദിവ്യപ്രകാശത്തിൽ നമുക്ക് വെളിച്ചം ലഭിക്കുന്നതിനാലാണ് നാം ഇരുട്ടിൽ നടക്കാതെ ജീവിപ്പാൻ നമുക്കിടയാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, യേശുവിനെ പിൻഗമിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ മാത്രമാണ് ഈ അന്ധകാര ലോകത്തിൽ വെളിച്ചം ഉള്ളത്. ആകയാൽ തന്നെ ആ വെളിച്ചത്തിൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് കാലിടറുവാനോ തട്ടി വീഴുവാനോ ഒന്നും ഇടയാകാതെ നാം സധൈര്യം നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുകയാണ്. ആകയാൽ തന്നെ കർത്താവാകുന്ന ലോകത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പിന്നാലെ പോകുന്ന നമുക്ക് മാത്രമാണ് വെളിച്ചം ഉള്ളത് എന്ന് നാം ഒന്ന് വ്യക്തതയോടെ ഉണരുവാനിടയാകട്ടെ. ഇന്ന് നാം വെളിച്ചത്തിലായിരിക്കുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുമ്പോൾ തന്നെ കർത്താവിനെ പിൻഗമിക്കുന്നതിനാൽ നമുക്ക് കർത്താവാകുന്ന ദിവ്യപ്രകാശമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഇരുൾ വരുന്നു എന്നാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഇരുൾ വരുവാൻ ഇടയാകുന്നു. ഇരുൾ ലോകത്തെ മൂടും. അഥവാ പ്രകാശമായ കർത്താവായ യേശു ക്രിസ്തു ആ ദിവ്യപ്രകാശമായി ലോകത്തിൽ ശോഭിക്കുമ്പോൾ തൻ്റെ സഭയും ലോകത്തിൽ വെളിച്ചമായി കാണപ്പെടുവാൻ ഇടയാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർത്തുകൊണ്ട് തൻ്റെ സഭയുമായി നിത്യതയിലേക്ക് പോകുമ്പോൾ ഈ ലോകത്തിൽ എതിർ ക്രിസ്തുവാകുന്ന ഇരുട്ടിൻ്റെ അധികാരി പൈശാചിക ശക്തികളൊക്കെയും ഈ ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ ഉത്സാഹിച്ച് അധികാര വരുമ്പോൾ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത് പോലെ മഹോപദ്രവ കാലഘട്ടത്തിലേക്ക് നാം നടത്തപ്പെടുമ്പോൾ അത് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രിയായി നമുക്ക് ഉണരുവാൻ ഇടയാകുന്ന ഒരനുഭവം നമുക്ക് കാണുവാൻ കഴിയും. അത് ലോകത്തിൽ സംഭവിപ്പാൻ പോകുന്ന ഒരു സംഭവമാണ്. എതിർ ക്രിസ്തു അഥവാ അധർമ്മമൂർത്തി എന്നവൻ ലോകത്തിൽ രാജ്യഭാരമേറ്റുകൊണ്ട് ഈ ലോകത്തെ 7 വർഷം ഭരിപ്പാനിടയാകുന്ന ഒരു ഭയാനകമായ കാലഘട്ടത്തെ നാം തിരുവെഴുത്തിൽ ഉണരുന്നുണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലാകുമോ, നമ്മുടെ ആയുസ്സിലാകുമോ എന്ന് നാം അറിയുന്നില്ല. പക്ഷെ നാം ഉണരേണ്ട ഒരു സത്യമുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ
വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എങ്കിൽ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നമ്മെ പ്രവർത്തിപ്പാൻ കഴിവില്ലാത്തവരാക്കി തീർക്കുന്ന ഒരു അന്ധകാരത്തിലേക്ക് നമ്മെ നടത്തുവാൻ, ഒരു പ്രതികൂലതയിലേക്ക്, പോരാട്ടത്തിലേക്ക്, പരീക്ഷയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ പിശാചിന് കഴിയുമെന്നുള്ളതാണ് സത്യം. നാം കൊള്ളാകുന്നവരായി തെളിയേണ്ടതിന് കർത്താവ് നമുക്ക് പരീക്ഷകളെ അനുവദിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പരീക്ഷകനായ പിശാച് അവനിൽ പ്രവർത്തിപ്പാൻ ദൈവം അവസരം കൊടുത്തപ്പോൾ അവൻ ഇരുട്ടിൻ്റെ അധീനനായി വെളിച്ചം ആഗ്രഹിച്ചുകൊണ്ട്, വെളിച്ചം കർത്താവ് തന്നിൽ വെളിച്ചമായി പ്രകാശിക്കണമെന്നോർത്തുകൊണ്ട് അവൻ കാത്തിരുന്നതായ നാളുകളെ നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. മാത്രമല്ല, മീഖാ പ്രവചനത്തിലാണോ ഒരു വ്യക്തി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ ശത്രുവായവള്, നീ എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുമെന്ന് പറയുന്ന ഒരനുഭവം. അവളുടെ ജീവിതം ഇപ്പോൾ ആ വ്യക്തി ഇരുട്ടത്തിരിക്കുന്ന ഒരനുഭവമായി കാണപ്പെടുകയാണ്. ദൈവം തനിക്ക് വെളിച്ചമായി തൻ്റെ ജീവിതത്തിൽ താൻ ദൈവിക അനുഭവത്തിൽ വെളിച്ചമായി ജീവിച്ചതാണ്. പക്ഷേ ദൈവം അനുവദിച്ചിട്ട് പരീക്ഷയുടെ പ്രതികൂലതയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ ദൈവമക്കളെ നാം ഉണരണം. നമുക്ക് പ്രവർത്തിച്ചു കൂടാത്ത ഒരു ഇരുട്ടിലേക്ക് നാം നടത്തപ്പെടുവാൻ ഇടയാകുകയാണ്. അന്ന് നാം പലതും ആഗ്രഹിക്കും, പക്ഷേ നമ്മെ കൊണ്ടൊന്നും കഴിയാതെ വണ്ണം, നമ്മെ കൊണ്ടതൊന്നും സാധിക്കാതെ വണ്ണം നാം ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിവില്ലാത്തവരായി ഇരുട്ടിനാൽ ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയാകുമെന്ന് നാം വ്യക്തതയോടൊന്ന് ഉണരുവാൻ ഇടയാകട്ടെ. മിസ്രൈമിൽ കർത്താവ് വരുത്തിയതായ ഇരുട്ടിനെ കുറിച്ച് നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. കൂരിരുട്ട്, ഇരിക്കുന്നിടത്ത് നിന്നൊന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ വണ്ണം തങ്ങളുടെ മുൻപിൽ പാറ പോലെ വെളിപ്പെട്ടതായ കൂരിരുട്ടിൻ്റെ അനുഭവം. ഒരുത്തനും താൻ ആയിരിക്കുന്നിടത്ത് നിന്ന് ചലിച്ചില്ല, അനങ്ങിയില്ല എന്നാണ് അവിടെ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്ന് മിസ്രൈമിൽ വരുത്തിയതായ ആ കൂരിരുട്ടിൻ്റെ കാഠിന്യം നിസ്സഹായരായി നിൽക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് നിൽക്കേണ്ട ഒരവസ്ഥയിൽ അവരെ മറച്ച് തള്ളിപ്പിടിച്ചുകൊണ്ട് അനങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ കൂരിരുട്ട് അവിടെ വ്യാപരിച്ചു എന്ന് അക്ഷരീയമായി തന്നെ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നെങ്കിൽ, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു, ഇരുട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷമുള്ള ഉപദ്രവകാലത്തെ സംഭവമാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ തന്നെ ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വരുവാനുള്ള പരീക്ഷാ കാലഘട്ടമായിട്ട് കൂടെ നാം അതിനെ കാണേണ്ടിയിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന സംഭവിപ്പാൻ പോകുന്ന പലതിനെക്കുറിച്ചും, അല്ലെങ്കിൽ സകല ഭൂമിയിൽ വസിക്കുന്ന എല്ലാവർക്കും വരുന്ന ഒരു പരീക്ഷയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടാണ് അവരോട് പറയുന്നത്, സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ എന്ന് പറയുവാനിടയാകുന്നത്. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 35-ാം വാക്യം. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ശ്രദ്ധിക്കണേ, ഭൂതലത്തിലുള്ള സകല മനുഷ്യർക്കും വരുന്ന ഒരനുഭവം ഓർപ്പിച്ചുകൊണ്ടാണ് ആ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും നമുക്കൊരു വിടുതലുണ്ടായി നാം കർത്താവിൻ്റെ മുൻപാകെ നിൽപ്പാൻ പ്രാപ്തരാകണം എന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നത്. അങ്ങനെയെങ്കിൽ നാം ഉണരേണ്ടതായ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രിയുടെ ഇരുട്ടിൻ്റെ അനുഭവം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ്. ചിലർക്ക് ചിന്തിക്കുന്ന, ഒരു പക്ഷേ വാർദ്ധക്യമായി ബലഹീനപ്പെട്ട് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊക്കാത്ത അവസ്ഥയാണല്ലോ, അതുകൊണ്ട് ഇനി പ്രാർത്ഥിച്ചങ്ങനെ ഇരിക്കാമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണെന്നൊരു പക്ഷെ തോന്നിയേക്കാം. ഇല്ല ദൈവമക്കളെ, എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ കർത്താവ് കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു സമയത്ത് നാം പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരും. കൊള്ളാകുന്നവരായി തെളിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാകയാൽ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിപ്പാനുള്ളവരെയല്ല
ഈ പരീക്ഷയിലൂടെ ദൈവം കടത്തിവിടും. എപ്പോഴെന്ന് നാം അറിയുന്നില്ല, ഏത് സന്ദർഭത്തിലാണെന്ന് നമുക്ക് ഉണരുവാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം പകലുള്ളിടത്തോളം നമ്മെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്ത് ജീവിക്കേണ്ടവരാണെന്ന് ആ കുറിവാക്യം നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. അവിടെ യേശു വളരെ വ്യക്തമായി ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നു. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ശ്രദ്ധിക്കണേ, പകലുള്ളിടത്തോളം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടതാകുന്നു എന്നല്ല പറയുന്നത്. പിന്നെയോ നാം ചെയ്യേണ്ടതാകുന്നു. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നാം ചെയ്യേണ്ട കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. യേശുവിനെ ലോകത്തിലേക്ക് അയച്ചവൻ്റെ പ്രവൃത്തി ദൈവമക്കളായ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ട ദൈവമക്കളുടെ ജീവിതത്തിൽ അവർക്ക് പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി വരുവാൻ പോകുന്നു. അവർക്ക് പ്രവർത്തിപ്പാൻ കഴിയാതെ അവർ നിസ്സഹായരായിക്കൊണ്ട് മിസ്രയീമിൽ വന്ന ഇരുട്ടിൻ്റെ അനുഭവം പോലെ ചലിക്കുവാൻ പോലും കഴിയാത്തവരായി മാറ്റപ്പെടുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉണരണം ദൈവമക്കളെ. ദൈവം നമുക്ക് തന്ന സമയത്തെ നാം ഉപയോഗപ്പെടുത്തിയോ? വെളിച്ചത്തിലായിരുന്നപ്പോൾ, പകലിലായിരുന്നപ്പോൾ ദൈവം നമുക്ക് തന്ന ജീവിത സാഹചര്യങ്ങളിൽ, ജീവിതാവസ്ഥകളിൽ നാം കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്ത് ജീവിച്ചവരാണോ? അതോ അന്ന് നമ്മുടെ ദിവസങ്ങളെ നാം നഷ്ടപ്പെടുത്തിയിട്ട് പകലുള്ളതായ നാൾക്കളിലൊക്കെ മയങ്ങുന്നവരായി, ഉറങ്ങുന്നവരായി, വ്യർത്ഥമായി നമ്മുടെ ജീവിത നാൾക്കളെ കഴിച്ചു കൂട്ടിയിട്ട് ഇപ്പോൾ രാത്രിയുടെ കാഠിന്യത്തിൽ, ഭയാനകതയിൽ അയ്യോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പരിതപിക്കുന്ന ഒരു ജീവിതമാണോ നമ്മുടേത്? ശ്രദ്ധിക്കണം ദൈവമക്കളെ. പകൽ ഉള്ളിടത്തോളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാം വെളിച്ചത്തിൽ വസിക്കുന്നവരാണെങ്കിൽ, പകലിനുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം വ്യക്തതയോടെ ഉണരേണ്ടതായ ഒരു കാര്യം, അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടവരാണ് നാം അതിന് കടമപ്പെട്ടവരാണ്, നാം അതിന് ബാധ്യസ്ഥരായവരാണെന്ന് നമുക്കൊന്ന് ഉണരുവാനിടയാകട്ടെ. കർത്താവ് നമ്മെ രക്ഷിച്ച അനുഭവത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ, തീത്തോസിൻ്റെ ലേഖനത്തിലാണ് നാം വായിക്കുന്നത്, സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തത് എന്തിനാണെന്നാണ്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ശ്രദ്ധിക്കണേ, യേശു എന്തിനാണ് കാൽവറി ക്രൂശിൽ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ, സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വിടുവിച്ചിട്ട് നാം ആരായിത്തീരണം? സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്ത ജനമായി തീരണമെന്നാണ്. വീണ്ടും എഫേസ്യരിൽ നാം വായിക്കുമ്പോൾ, ദൈവം ക്രിസ്തുയേശുവിനാൽ നമ്മെ തൻ്റെ കൈപ്പണിയായി, ക്രിസ്തുയേശുവിൽ തൻ്റെ കൈപ്പണിയായി നമ്മെ സൃഷ്ടിച്ചത് സൽപ്രവർത്തികൾക്കായിട്ടാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ കൈപ്പണിയായി നമ്മെ പുനർസൃഷ്ടിച്ചത് നാം സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരാകേണ്ടതിനാണ്. ആകയാൽ തന്നെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കാൻ നമുക്കിടയാകേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മെ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ നമ്മിൽ ചിലരെയൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ ശുഷ്കാന്തിയോടെ സൽപ്രവർത്തികൾ ചെയ്യുന്നവരാണ്, ഇല്ലേ? രഹസ്യമായിട്ട് പോലും മറ്റാരും അറിയാതെ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുവാൻ, കഷ്ടങ്ങളിലായിരിക്കുന്നവരെ സഹായിപ്പാൻ, ബുദ്ധിമുട്ടിരിക്കുന്നവരെ, പ്രയാസത്തിലായിരിക്കുന്നവരെ സഹായിപ്പാൻ, രോഗികളെ പോയി കാണുവാൻ, മറ്റു പ്രയാസങ്ങളിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനൊക്കെ വളരെ ഉത്സാഹിച്ചുകൊണ്ട് അത് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികളാണെന്ന് ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ദൈവമക്കൾ നമ്മുടെ മധ്യേ പലരുമുണ്ട്. നല്ല കാര്യമാണ് കേട്ടോ.
മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിന് അവകാശികളായി തീരുന്ന വലത്തുള്ളവരെ കുറിച്ച് പറയുന്നത്, അവർ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിനുള്ളവർക്ക്, കർത്താവിൻ്റെ ഈ ചെറിയവരിൽ ഒരുവർക്ക് ചെയ്തപ്പോൾ അതൊക്കെയും കർത്താവിനെന്നോണം ചെയ്തതാണ്. അതുകൊണ്ട് അവർക്ക് ദൈവരാജ്യം അവകാശമായി ലഭിക്കുമെന്ന് യേശു ഓർപ്പിക്കുവാനിടയാകുന്നു. പക്ഷേ ദൈവമക്കൾ ഒന്ന് ഉണരണം. ഇതേ സൽപ്രവൃത്തികളൊക്കെ ലോകമനുഷ്യർ നമ്മേക്കാൾ അധികമായി ചെയ്യുന്നുണ്ട്. ദൈവത്തെ അറിയാത്തവരും ദൈവത്തെ പിൻപറ്റാത്തവരും ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്ത, ഒരുപക്ഷെ ലോകത്തിൽ ദൈവമില്ലാതെ ജീവിക്കുന്ന അനേക ജീവിതങ്ങൾ തങ്ങളുടെ സഹജീവികളോടുള്ള ആ സ്നേഹാനുകമ്പ നിമിത്തമായി മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് വരെയും സഹായം ചെയ്ത് നന്മകൾ ചെയ്ത് പരിപാലിച്ച് അവരെ സംരക്ഷിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകളുമൊക്കെ സൽപ്രവർത്തികളിൽ നമ്മേക്കാൾ ഉത്സാഹമുള്ളവരായി ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മുടെ ഒപ്പം അവരും ദൈവരാജ്യത്തിന് യോഗ്യരാകണ്ടേ? എന്താണ് നമുക്കും അവർക്കും തമ്മിൽ സൽപ്രവൃത്തികളിൽ വ്യത്യാസം വരേണ്ടത്? നാം ചെയ്യുന്ന പോലെ അവരും ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പോലെ നാമും ചെയ്യുന്നു. അത് നല്ല കാര്യമാണ്. തിരുവെഴുത്തിൽ അതിന് ആധാരവുമുണ്ട്. അതുകൊണ്ട് നാം അവരെ പോലെ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, ദാഹിക്കുന്നവർക്ക് കുടിപ്പാൻ കൊടുക്കുന്നു, നഗ്നരായവരെ ഉടുപ്പിക്കുന്നു, രോഗികളെ സന്ദർശിക്കുന്നു, തടവിലായവരെ പോയി കാണുന്നു, ഏതുമില്ലാത്ത അഗതികളെ നാം ചേർത്തുകൊള്ളുന്നു. ഈ വിധമായതൊക്കെ നാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഓർക്കണേ, ലോകമനുഷ്യരും ഇതിലും അപ്പുറമായി അധികമായി ചെയ്യുന്നുണ്ട്. നാം ചെയ്യുന്നതൊക്കെ കർത്താവിനായി ചെയ്യുന്നു, അവർ മനുഷ്യർക്കായി ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. കാരണം യേശു പറയുന്നുണ്ട്, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴൊക്കെയും അതൊക്കെയും എനിക്കത്രേ ചെയ്തതെന്ന് പറയുന്നു. കർത്താവിൻ്റെ ജനമാണെന്ന്, കർത്താവിൻ്റെ ദൈവമക്കളാണെന്നുള്ള ചിന്തയിൽ നാം കൂട്ടു സഹോദരങ്ങൾക്ക്, കൂട്ടു വിശ്വാസികൾക്കൊക്കെ ചെയ്യുമ്പോൾ അത് കർത്താവിനെ എന്നോണം നാം ചെയ്യുന്നതാണ്, കർത്താവിനെന്ന ചിന്തയിൽ ചെയ്യുന്നതാണ്. അതൊരു പക്ഷേ നമുക്ക് അവരുടെ പ്രവൃത്തിയും നമ്മുടെ പ്രവൃത്തിയും തമ്മിലൊരു വ്യത്യാസമായി നമുക്ക് പറവാനിടയാകും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കർത്താവ് തൻ്റെ വലതുഭാഗത്തുള്ളവരെ ദൈവരാജ്യത്തിന് അവകാശികളുമാക്കുവാനിടയാകുന്നത്. എന്നാൽ അതിലപ്പുറമായി നമ്മുടെ ചിന്തയെ നാം ഒന്ന് ഉണർത്തേണ്ടതുണ്ട്, അഥവാ നാം ഒന്ന് കുറച്ചുകൂടെ കടന്ന് ചിന്തിക്കേണ്ടതുണ്ട്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലാണോ അപ്പസ്തോലൻ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ വചനം എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്നാണ്? ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് എന്ന് പറയുന്നു. തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അവിടെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ സൽപ്രവർത്തികളാൽ തികഞ്ഞവനായി തീരുവാൻ ഇടയാകണം. സൽപ്രവർത്തികളാൽ അവൻ തികഞ്ഞവനാകുവാൻ ഇടയാകണം. ഈ സൽപ്രവർത്തികളിൽ അവനെ തികവിലേക്ക് നടത്തത്തക്കവണ്ണമുള്ള സൽപ്രവർത്തികൾ, അഥവാ ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ തികഞ്ഞവനായി തീരുവാൻ തക്കവണ്ണം അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കേണ്ട സൽപ്രവർത്തികളെ കുറിച്ചുള്ള അനുഭവം എവിടെ നിന്ന് അവന് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ആ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. എന്താണ്? സൽപ്രവർത്തികൾക്കുള്ള വക പ്രാപിക്കേണ്ടത് എവിടെ നിന്നാണ്? തിരുവെഴുത്തിൽ നിന്നാണ്. സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് തിരുവെഴുത്ത് അവന് പ്രയോജനമുള്ളതാണെന്ന് പറയുന്നു. ശ്രദ്ധിക്കണം ദൈവമക്കളെ, നാം തികഞ്ഞവരായി തീരത്തക്കവണ്ണം സൽപ്രവർത്തികൾ ചെയ്യുന്നവരായി തീരേണ്ടതിന് ഏത് സൽപ്രവൃത്തിയാണ്, എന്ത് സൽപ്രവൃത്തി ചെയ്താണ് നമുക്ക് ആ തികവ് പ്രാപിക്കാം എന്നുള്ളതിൻ്റെ അറിവ് എവിടെ നിന്ന് കിട്ടണം? എവിടെ നിന്ന് കിട്ടണം? തിരുവെഴുത്തിൽ നിന്ന് കിട്ടണം.
ഇന്ന് ലോകത്തിൽ സൽപ്രവൃത്തികൾ ചെയ്യുന്ന ലോകമനുഷ്യരുടെ സൽപ്രവൃത്തിക്ക് അവർക്ക് ബൈബിളൊന്നും അടിസ്ഥാനമല്ല. ബൈബിളിൽ നിന്ന് കിട്ടിയിട്ടല്ല അവർ ആ സൽപ്രവൃത്തികൾ ചെയ്യുന്ന. അവരുടെ മാനുഷികതയിൽ, മാനുഷിക സ്നേഹത്തിലും മാനുഷികമായ സഹാനുഭൂതിയിലും അവർ സഹജീവികൾക്ക് സഹായം ചെയ്യുവാൻ ഒരുക്കമുള്ളവരായി വിശേഷപ്പെട്ട നിലയിൽ നല്ല നല്ല സൽപ്രവൃത്തികളെ ചെയ്യുന്നുണ്ട്. അതൊന്നും ബൈബിൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവർ പഠിച്ചിട്ട് ചെയ്യുന്നതല്ല ദൈവമക്കളെ. അതിനാൽ അവരുടെ ജീവിതത്തിൽ അവർ തികഞ്ഞവരായി തീരുവാനും ഇടയാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ ലോകമനുഷ്യരായി തന്നെ ജീവിച്ച് അവസാനിക്കുമെന്നുള്ളതാണ് സത്യം. എന്നാൽ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ സൽപ്രവൃത്തികളെ കുറിച്ച് തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിച്ചിട്ട് ആ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി, സൽപ്രവൃത്തികളിൽ മുമ്പിൽ വന്നുകൊണ്ട് നാം ഫലങ്ങളുള്ളവരായി തീർന്ന് കർത്താവിൽ തികഞ്ഞവരായി തീരുവാൻ നമുക്കിടയാകുന്ന ഒരനുഭവം. ചുരുക്കത്തിൽ ബൈബിളിൽ നിന്ന് നാം അറിയുന്ന, അനുഭവമാക്കേണ്ട സൽപ്രവൃത്തികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് ആ സൽപ്രവൃത്തികൾ നാം ചെയ്യുമ്പോൾ നാം ആരായിത്തീരും? ക്രിസ്തുയേശുവിൽ തികഞ്ഞവരായി തീരുവാനിടയാകും. അഥവാ നാം ബൈബിളിൽ നിന്ന് പഠിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതായ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. വ്യക്തമായൊന്ന് അറിഞ്ഞുകൂടാ? ലോകം ചെയ്യുന്ന സൽപ്രവൃത്തികളും നാം ചെയ്യേണ്ട സൽപ്രവൃത്തികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ലോകമനുഷ്യൻ മാനുഷികതയിൽ, അവരുടെ സഹാനുഭൂതിയിൽ അവർ സൽപ്രവൃത്തികളെ ഉത്സാഹത്തോടെ ചെയ്യുന്നു. എന്നാൽ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ആവിധമായ സൽപ്രവൃത്തികൾ മാത്രമല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിലും അപ്പുറമായ ഒരു അനുഭവത്തിലേക്ക്, കുറെ കൂടെ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വന്നിട്ട് തിരുവെഴുത്ത് നമ്മോട് ആവശ്യപ്പെടുന്ന നിലയിൽ തിരുവെഴുത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നതായ നിർദ്ദേശങ്ങൾക്ക് ഏറ്റവണ്ണം, നമുക്ക് തരുന്നതായ അറിവിനും ഉപദേശങ്ങൾക്കും ഏറ്റവണ്ണം, നമുക്ക് ലഭിക്കുന്നതായ പ്രബോധനങ്ങൾക്കും ഏറ്റവണ്ണം നാം ചെയ്യേണ്ട പ്രവൃത്തികൾ, വചനപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്ത് ആ സൽപ്രവൃത്തികളാൽ നാം തികഞ്ഞവരായി തീരുവാൻ നമുക്ക് ഇടയാകേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നാം പകലുള്ളിടത്തോളം അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുക എന്ന് പറയുമ്പോൾ നാം കർത്താവ് ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തികളെ ചെയ്ത് തികഞ്ഞവരായി തീരുവാൻ നമുക്കിടയാകണം. ഇന്ന് നാം തികഞ്ഞവരായി തീരുവാൻ ഉത്സാഹിക്കുന്നവരാണോ? അതിനേറ്റതായ സൽപ്രവൃത്തികളെ ചെയ്യുന്നവരാണോ? ഈ സൽപ്രവൃത്തികൾക്കുള്ള വക പ്രാപിക്കേണ്ടതിന് തിരുവെഴുത്ത് ആരാഞ്ഞു നോക്കുന്നവരാണോ? ദൈവവചനത്തെ പരിശോധിച്ചറിഞ്ഞ് അതിലൂടെ ഞാൻ ഏത് നിലയിലാണ് ജീവിക്കേണ്ടത്, എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്, ഏത് സൽപ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് നാം ഒന്ന് ആരാഞ്ഞ് പരിശോധിച്ച് അതിനേറ്റവണ്ണം ജീവിക്കുന്നവരാണോ? ശ്രദ്ധിക്കണം ദൈവമക്കളെ, നമ്മെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തത് എന്തിനാണ്? ദൈവവചനം പറയുന്ന വണ്ണം, ദൈവവചനത്തിനേറ്റവണ്ണം സൽപ്രവർത്തികളെ ചെയ്ത് ജീവിക്കേണ്ടതിനായിട്ടാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായം നമ്മോട് പറയുമ്പോൾ നാം മുമ്പ് സകല അധർമ്മത്തിനും അടിമകളായി നമ്മുടെ അവയവങ്ങളെ സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നീതിക്ക് അടിമകളായി, വിശുദ്ധീകരണത്തിനായി, നീതിക്ക് അടിമകളായി നമ്മെ സമർപ്പിപ്പിൻ എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരാകേണ്ടതിനാകയാൽ ഇപ്പോൾ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നാം നമ്മുടെ ജീവിതത്തിൽ മുമ്പ് സകല അധർമ്മത്തിനും പാപത്തിനും അടിമകളാക്കി നമ്മുടെ അവയവങ്ങളെ സമർപ്പിച്ചതുപോലെ
വ്യക്തതയോടെ നമുക്ക് ഉണരുവാനിടയാകും. രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള നമ്മുടെ ജീവിതാവസ്ഥകളിൽ നാം സകല പാപപ്രവൃത്തികളും ഒരു ലജ്ജയും കൂടാതെ, ഒരു മടിയും കൂടാതെ നമ്മുടെ അവയവങ്ങളിലൂടെ നാം ചെയ്ത് ജീവിച്ചവരാണ്. അങ്ങനെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അധർമ്മത്തിന്, പാപങ്ങൾക്ക് നാം അടിമകളായി ജീവിച്ചെങ്കിൽ, ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി വെളിച്ചത്തിൽ വസിക്കുന്നവരായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങളെ നാം വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പിനെന്ന് പറയുന്നു. അഥവാ ദൈവവചനത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നതിന് ഏറ്റവണ്ണം ദൈവിക വിശുദ്ധി പ്രാപിക്കുവാൻ ഇടയാകത്തക്കവണ്ണമുള്ള സൽപ്രവൃത്തികളെ ചെയ്യുന്നവരായി, ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്ന നല്ല പ്രവൃത്തികളെ, നീതി പ്രവൃത്തികളെ ചെയ്യുന്നവരായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിപ്പാൻ നമുക്കിടയാകണം. എത്ര പേര് ഇത് കേട്ട് ഉണരുന്നുണ്ട്? പലരും ഉറങ്ങുകയാണ് അല്ലേ? ഗ്രഹിക്കാൻ കഴിയാതെ, മനസ്സിലാക്കുവാൻ ഉത്സാഹമില്ലാതെ ഉറങ്ങുന്നവരായി മാറുകയാണ്. എന്താണ് ഉറങ്ങുവാൻ കാരണം? ഉറങ്ങുവാൻ കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നാം ഈ ദൈവിക അനുഭവങ്ങളെ ഉണരുവാൻ നമുക്കിടയായെങ്കിൽ ദൈവസന്നിധിയിൽ നാം തിരുവെഴുത്തുകൾക്ക് ഏറ്റവണ്ണം ജീവിക്കുന്നവരാകുവാൻ നമുക്കിടയാകുകയുള്ളൂ. അഥവാ സൽപ്രവൃത്തികളിൽ വകപ്രാപിച്ച് തികഞ്ഞവരായി തീരുവാൻ നമുക്കിടയാകുകയുള്ളൂ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, നാം മുമ്പേ ജീവിച്ചതായ നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് ഉണർന്നുകൊണ്ട് ആ ജീവിതാനുഭവത്തെ നാം ബോധ്യപ്പെട്ടവരായിട്ട് അതേ നിലയിൽ, അല്ലെങ്കിൽ അല്പം കൂടെ കൂടിയ നിലയിൽ നമ്മുടെ ജീവിതത്തെ നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്ത് വിശുദ്ധരായി ജീവിക്കുന്നതിന് ഏറ്റവണ്ണമുള്ള സൽപ്രവൃത്തികളെ ചെയ്യുന്നവരാകുവാൻ നമുക്കിടയാകണം. ഒറ്റ വാക്കിൽ നാം പറഞ്ഞാൽ, നാം ചെയ്യുന്ന സൽപ്രവൃത്തികളാൽ നമുക്കൊരു വിശുദ്ധി ഉണ്ടായിട്ട് നാം ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുവാൻ നമുക്കിടയാകുന്ന നിലയിൽ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാകുവാൻ നമുക്കിടയാകണം. ഈ സൽപ്രവൃത്തിയുടെ അനുഭവത്തെ നാം ഒന്നുകൂടെ ചിന്തിക്കുമ്പോൾ ആ തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച്, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനായി തീരേണ്ടതിന് 4 കാര്യങ്ങൾ തിരുവെഴുത്തിലൂടെ നമുക്ക് പ്രയോജനപ്പെടുമെന്നാണ്. എന്തെല്ലാമാണ്? ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യസനത്തിന്. ഈ 4 കാര്യങ്ങളും തിരുവെഴുത്തിലൂടെ നമ്മിൽ വെളിപ്പെടുമ്പോഴാണ് ദൈവമക്കളെ നാം സൽപ്രവർത്തികളെ ചെയ്യുന്നവരാകുവാനിടയാകുന്നത്. ഈ 4 അനുഭവങ്ങളും നമ്മിൽ വന്ന് അതിൻ്റെ അവസാനത്തിൽ നീതിയിൽ അഭ്യസനം പ്രാപിക്കുമ്പോഴാണ് നാം സൽപ്രവർത്തികൾ ചെയ്യുന്നവരായി തീരുവാനിടയാകുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ മനുഷ്യന് സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ദൈവവചനം അവന് ഒന്നാമത് എന്തുണ്ടാക്കുന്നതെന്നാണ്? ഒന്നാമത് ഉപദേശം തരുവാനിടയാകുന്നു, ഉപദേശിക്കപ്പെടുവാനിടയാകുന്നു. തിരുവെഴുത്തിലൂടെ ഒരു ഉപദേശം നമുക്ക് ദൈവത്താൽ പ്രാപിപ്പാനിടയാകണം. ഉപദേശം മാത്രമല്ല, രണ്ടാമത് എന്താണ് പറയുന്നത്? ശാസനയുണ്ടാകുമെന്ന്. നാം നടക്കേണ്ടുന്ന വഴി നമുക്ക് ഉപദേശിച്ച് തരിക മാത്രമല്ല, വഴിമാറി പോകുമ്പോൾ, പ്രവൃത്തികളിൽ നാം തെറ്റിപ്പോകുമ്പോൾ നമ്മെ ശാസിക്കുവാനുമിടയാകുമെന്ന്. ശാസിക്കുക മാത്രമല്ല, മൂന്നാമതെന്താണ്? നമ്മെ ഗുണീകരിക്കുവാനിടയാകും. അഥവാ ഗുണമുള്ളവരായി, നല്ലവരായി, നല്ല നിലയിൽ, ഉന്നതമായ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരായി തീരുവാനും നമുക്ക് ഇടയാകുമെന്നാണ്. നാലാമതെന്താണ്? നമ്മെ നീതിയിൽ അഭ്യസിപ്പിക്കുന്നവരായി തീരും. നീതിയിലെ അഭ്യസനം നമുക്കുണ്ടാകും. അത് ഉണരണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു സ്നാനപ്പെടുവാനായി സ്നാപക യോഹന്നാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ താൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. സ്നാനം എന്നൊരനുഭവത്തിൽ നാം ആരംഭിക്കുന്നത് കർത്താവിൻ്റെ കൽപ്പനകളെ, അല്ലെങ്കിൽ തൻ്റെ ആലോചനകളെ അനുസരിച്ചുകൊണ്ട് ദൈവനീതിയെ നിവർത്തിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ ആലോചനയാൽ നമ്മെ നടത്തുന്ന, നമ്മെ ഉപദേശിച്ച് നടത്തുന്ന ആ ഉപദേശങ്ങൾക്ക് ഏറ്റവണ്ണം ജീവിക്കുന്നതാണ് നീതി പ്രവർത്തികളെന്ന് പറയുവാൻ ഇടയാകുന്നത്. നാം നമ്മുടെ അവയവങ്ങളെ നീതിക്ക് അടിമകളായി സമർപ്പിപ്പാൻ നമ്മോട് പറയുന്നു.
നീതിക്ക് അടിമകളായി സമർപ്പിപ്പിനെന്ന്. നീതിക്ക് അടിമകളായി സമർപ്പിപ്പിനെന്ന് പറയുമ്പോൾ സ്നാനത്തിൽ നാം ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കുന്നവരായി തീരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മുടെ മേൽ ദൃഷ്ടിവെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തന്ന് തൻ്റെ ഉപദേശങ്ങളും പ്രബോധനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തന്ന് ആ ഉപദേശങ്ങളെ പ്രബോധനങ്ങളെ ഓരോ നാളും നാം നിവർത്തിച്ച് മുൻപോട്ട് പോകുന്നവരാകണം. മരണം വരെയും അനുസരണമുള്ളവനായി തീർന്ന യേശു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് നിവൃത്തിയായി എന്ന് പറയുമ്പോൾ നാം വ്യക്തമായി ഉണരുന്നുണ്ട്. യേശു സ്നാനത്തിങ്കൽ ആരംഭിച്ചതായ നീതി പ്രവർത്തികളെ, ആ നീതിയെ നിവർത്തിക്കുന്ന അനുഭവമാണ് അവസാനത്തിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിപ്പാൻ ബന്ധപ്പെട്ടുകൊണ്ട് താൻ നിവർത്തിച്ചെന്ന് പറയുന്നത് ആ ദൈവ നീതിയെയാണ്. അങ്ങനെയെങ്കിൽ ചുരുക്കമായി ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ നീതിക്ക് ദാസരായി തീർന്നുകൊണ്ട് നീതിയിൽ അഭ്യസനമുള്ളവരായി തീരുമ്പോഴാണ് സൽപ്രവർത്തികളിൽ തികഞ്ഞവരായി തീരുവാൻ നമുക്കിടയാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുന്നതായ ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ, ദൈവിക ആലോചനകളെ ഹൃദയപൂർവം അനുസരിക്കുന്നവരായി തീരുമ്പോൾ, ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിക്കുന്നവരായി നാം മാറുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നീതി നിവർത്തിക്കുന്നവരായി അഥവാ നീതി പ്രവർത്തികളെ ചെയ്യുന്നവരായി നീതിയിൽ അഭ്യസനം വന്നവരായി തീരുവാൻ നമുക്കിടയാകുന്നത്. അങ്ങനെ ഉപദേശം കേട്ട് ശാസന പ്രാപിച്ച് ഗുണീകരിക്കപ്പെട്ട് നാലാമത്തെ സ്റ്റേജായ നീതിയിൽ അഭ്യസനം വരുന്നവരായി നീതി പ്രവർത്തികളെ ചെയ്യുന്നവരായി അഥവാ നീതിക്ക് തങ്ങളെ തന്നെ അടിമകളായി സമർപ്പിക്കുന്നവരുടെ ജീവിതത്തിലാണ് സൽപ്രവർത്തികളാൽ തികവ് പ്രാപിപ്പാനിടയാകുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നാം ചെയ്യേണ്ട സൽപ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം ലഭിക്കും. കർത്താവ് നമ്മോട് കൽപ്പിക്കുന്ന, കർത്താവ് നമുക്ക് തരുന്ന ആലോചനകൾ കേറ്റവണ്ണം, കർത്താവിൻ്റെ കൽപ്പനകൾ കേറ്റവണ്ണം ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം നീതി പ്രവർത്തികൾ ചെയ്യുന്നവരായി അഥവാ സൽപ്രവർത്തികൾ ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകുന്ന അനുഭവം. നമുക്കറിയാം, തീത്തോസ് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നമുക്കുള്ളവരാരും ഫലമില്ലാത്തവരാകാതിരിക്കേണ്ടതിന് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കാൻ പഠിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നു. തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു, അപ്പസ്തോലൻ നമ്മെ ഓർപ്പിക്കുമ്പോൾ നാം ഫലമില്ലാത്തവരാകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്നാണ്? സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കാൻ പഠിക്കട്ടെ എന്നാണ്. മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ എന്ന് പറയുന്നു. ദൈവമക്കളെ, ഈ സൽപ്രവർത്തികളാലാണ് നാം ആരായിത്തീരുന്നത്? ഫലം ഉള്ളവരായി തീരുവാനിടയാകുന്നത്. അല്ലെങ്കിൽ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകൾ നാം സൽപ്രവർത്തികളായി, അതാണ് ജീവിതത്തിൽ നാം ചെയ്യേണ്ട നല്ല പ്രവൃത്തികളെന്ന് അത് ഏറ്റെടുത്തുകൊണ്ട് ആ കർത്താവ് കൽപ്പിച്ച പ്രവൃത്തികളെ ഉത്സാഹത്തോടെ ചെയ്യുന്നവരായി തീരുമ്പോൾ കർത്താവ് കൽപ്പിച്ച പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഫലമുള്ളവരായി തീരുവാൻ നമുക്കിടയാകുന്നു. സൽഫലങ്ങൾ ഉള്ളവരാകുവാൻ നമുക്കിടയാകുന്നു. സൽഫലം ഉള്ളവരാകുവാൻ, അതിനായിട്ടാണ് സൽഫലങ്ങൾ നിറഞ്ഞവരാകുവാനാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചതെന്ന് ഉണർന്നുകൊണ്ട് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി സൽഫലങ്ങൾ ഉള്ളവരായി തീരുവാൻ നമുക്കിടയാകേണ്ടതിന് നാം കർത്താവിൻ്റെ വചനത്തെ, കർത്താവിൻ്റെ കൽപ്പനകളെ കേട്ട് അവസാനത്തോളം അനുഷ്ഠിക്കുന്നവരാകണം. ചുരുക്കത്തിൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ വചനത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ദൈവ കൽപ്പന പ്രകാരം ആണോ നാം ജീവിക്കുന്നത്? ദൈവവചന പ്രകാരമാണോ നാം ജീവിക്കുന്നത്? ആ ദൈവവചന പ്രകാരമുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സൽപ്രവർത്തികൾ എന്ന് നമുക്ക് ഒന്നുണരുവാനിടയാകട്ടെ. മുമ്പേ നാം കണ്ടതുപോലെ ലോകത്തിൽ മനുഷ്യൻ സൽപ്രവർത്തികൾ ധാരാളം ചെയ്യുന്നുണ്ട്. അതുപോലെ നാമും സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അതാണ് നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന സൽപ്രവർത്തികളെന്ന് ദൈവമക്കളെ നാം ചിന്തിച്ച് മുൻപോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നാം
പാഴായ ഒരു അനുഭവത്തിലേക്ക്, വ്യർത്ഥമായ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാനിടയാകും. ആകയാൽ അതല്ല, അതിലപ്പുറമായ മറ്റൊരു നീതി പ്രവൃത്തി, മറ്റൊരു സൽപ്രവൃത്തി കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് കർത്താവ് നമ്മോട് കൽപ്പിക്കുന്ന തൻ്റെ വചനപ്രകാരം, കൽപ്പന പ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. അഥവാ നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളും പ്രബോധനങ്ങളും നാം പ്രാപിച്ചുകൊണ്ട് അതിനേറ്റവണ്ണം നാം ജീവിക്കുന്നവരാകുമ്പോൾ ആ ഉപദേശങ്ങൾക്കും പ്രബോധനങ്ങൾക്കും ഏറ്റവണ്ണം നാം ചെയ്യുന്ന പ്രവൃത്തികളാണ് ദൈവം മുൻപാകെ നമ്മെ സൽപ്രവൃത്തിയുള്ളവരാക്കി, തികഞ്ഞവരാക്കി തീർക്കുവാനിടയാകുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ നമ്മോട് പറയുന്നൊരു വാക്കുണ്ട്: ഏതു മനുഷ്യനെയും ക്രിസ്തുയേശുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും സകല ജ്ഞാനത്തോടും കൂടെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഉപദേശവും പ്രബോധനവും കൊടുക്കുന്നത് എന്തിനാണ്? തികഞ്ഞവനായി തീരുവാൻ. അഥവാ നാം മുമ്പേ കേട്ട വാക്യത്തിന് ഏറ്റവണ്ണം സൽപ്രവർത്തികൾക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനാണ് എന്ത് ലഭിക്കുന്നത്? ഉപദേശങ്ങളും പ്രബോധനങ്ങളുമൊക്കെ. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളും പ്രബോധനങ്ങളുമൊക്കെ നാം തള്ളിക്കളഞ്ഞ് മുൻപോട്ട് പോയാൽ, സദൃശവാക്യത്തിലാണോ 5-ാം അധ്യായത്തിൽ വായിക്കുന്നൊരു വാക്യമുണ്ടെന്താണ്? ഉപദേശത്തെ തള്ളിക്കളഞ്ഞ് പ്രബോധനത്തെ ഉപേക്ഷിച്ചതിനാൽ സകല അധർമ്മത്തിലും അകപ്പെട്ടു പോയി എന്നാണ്. സഭയുടെയും സംഘത്തിൻ്റെയും മുൻപാകെ ഞാൻ സകല അധർമ്മത്തിലും അകപ്പെട്ടു പോയല്ലോ, അനീതിയിൽ അകപ്പെട്ടു പോയല്ലോ എന്ന് നിലവിളിക്കുന്ന ഒരു നിലവിളി നമുക്കവിടെ കാണുവാൻ കഴിയും. സദൃശവാക്യങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിൻ്റെയും മുൻപാകെ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ. ദൈവമക്കളെ, ദൈവിക ഉപദേശങ്ങളും പ്രബോധനങ്ങളും കൈക്കൊള്ളാതെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഭാ മുൻപാകെ, സംഘത്തിൻ്റെ മുൻപാകെ ദോഷങ്ങളിൽ അകപ്പെട്ടവരായി തീരുകയാണ്. ഇന്ന് പല ദൈവമക്കളും ചിന്തിക്കുന്നത് ഞങ്ങൾ ഭക്തരാണ്, ഞങ്ങൾ ശ്രേഷ്ഠരാണ്, ഞങ്ങൾ വിശുദ്ധരാണ്, ഞങ്ങൾ ആത്മീകരാണെന്നൊക്കെയാണ്. പക്ഷേ ഉണരണം കേട്ടോ, ദൈവിക ഉപദേശങ്ങളെയും പ്രബോധനങ്ങളെയും നാം തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവവചനത്താൽ നമുക്ക് ലഭ്യമാകേണ്ട സൽപ്രവർത്തികളാലുള്ള തികവ് പ്രാപിക്കേണ്ടതിന് നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളെ, പ്രബോധനങ്ങളെ ഒന്നും നാം കേട്ടനുസരിക്കാതെ തള്ളിക്കളയുമ്പോൾ സ്വാഭാവികമായി മറുഭാഗത്ത് കൽപ്പനാ ലംഘനമെന്നൊരനുഭവത്തിലേക്ക് നാം നടത്തപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾക്കും പ്രബോധനങ്ങൾക്കും വിപരീതമായ ഒരു ജീവിതത്തിലേക്ക് നാം മാറ്റപ്പെട്ട് നാം ദൈവം മുൻപാകെ ദോഷത്തിൽ അകപ്പെട്ടവരായി, സഭയുടെ മുൻപാകെ ദോഷത്തിൽ അകപ്പെട്ടവരായി തീരുന്ന ഒരനുഭവം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവവചനത്തിന് ചെവി കൊടുത്ത് ദൈവവചനത്തെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സ് വെച്ച് ഇത് കേട്ടനുസരിപ്പാൻ താല്പര്യപ്പെടാതെ ലഭിക്കുന്ന ഉപദേശങ്ങളെയും പ്രബോധനങ്ങളെയും ഒക്കെ നാം തള്ളിക്കളഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാകാതെ, തികഞ്ഞവരായി തീരുവാൻ കഴിവില്ലാതെ ദോഷത്തിലകപ്പെട്ടവരായി തീരുവാനിടയാകുന്നു. നമ്മുടെ ജീവിതം ദോഷകരമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയാകുന്നു എന്നുള്ളതാണ് സത്യം. വെളുക്കുവാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന ഒരനുഭവം. നാം ദൈവവചനം കേൾക്കുന്നവരായിരുന്ന് മനസ്സോട് ചെവി കൊടുത്ത് കേട്ട് അനുസരിക്കാതിരുന്നാൽ ദൈവമക്കളെ, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദോഷമായി തീരുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ ദൈവസന്നിധിയിൽ നാം ഉണരേണ്ട ഒരു വിശേഷതയുണ്ട്. നമുക്ക് പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി വരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത നിസ്സഹായരായി മാറുന്ന ഒരു പാതയിലേക്ക് നാം നടത്തപ്പെടുന്നതിന് മുൻപേ ഇപ്പോൾ നാം വെളിച്ചത്തിലായിരിക്കുമ്പോൾ നാം ഒന്ന് ഉണർന്നുകൊണ്ട് ഉത്സാഹമുള്ളവരായിക്കൊണ്ട് ദൈവവചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് ദൈവവചനപ്രകാരം ജീവിക്കുന്നവരാകുവാൻ ഉത്സാഹിക്കുന്നവരാകട്ടെ. സൽപ്രവർത്തികൾക്ക് വേണ്ട വക പ്രാപിക്കേണ്ടത് തിരുവെഴുത്തിൽ നിന്നാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ തിരുവെഴുത്തിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങളും പ്രബോധനങ്ങൾക്കും ഏറ്റവണ്ണം ജീവിതത്തെ ക്രമീകരിച്ച് ജീവിപ്പാൻ നാം
സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി തീരുവാനിടയാകും. സൽഫലങ്ങൾ നിറഞ്ഞവരായി തീരുവാൻ നമുക്കിടയാകും. കണ്ണുകളടയ്ക്കാം. നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനിടയാകട്ടെ. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തീരത്തക്കവണ്ണം ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ മനസ്സോടെ കേട്ട് മനഃപൂർവ്വമായി അതനുസരണമായി ജീവിക്കുന്നവരായി തീരുവാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ഒരു വിശേഷമായൊരനുഭവത്തിലേക്ക് നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുവരട്ടെ.